ഇന്ന് നമ്മൾ പഠിക്കുന്നത് +2 കെമിസ്ട്രിയിലെ 3rd ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. നിങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിഡോക്സ് റിയാക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ +1-ൽ. അപ്പോൾ റിഡോക്സ് റിയാക്ഷനിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലാണ് ഈ ഒരു ചാപ്റ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. റിഡോക്സ് റിയാക്ഷനിൽ നിങ്ങൾ ലാസ്റ്റ് എന്താ പഠിച്ചത്? ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഗാൽവനിക് സെല്ല് വരെ എത്തി. ഇലക്ട്രോ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഗാൽവനിക് സെല്ലിൽ നിന്നാണ്. സോ ആ ഒരു ചാപ്റ്ററിൻ്റെ അഡ്വാൻസ്ഡ് ഏരിയ ആണ് ഇലക്ട്രോ കെമിസ്ട്രി. നമുക്ക് നോക്കാം, വാട്ട് ഈസ് ഇലക്ട്രോ കെമിസ്ട്രി? ബൈ ഡെഫിനിഷൻ, ഇലക്ട്രോ കെമിസ്ട്രി ഈസ് ദ സ്റ്റഡി ഓഫ് production of electricity from energy released during spontaneous chemical reaction and the use of the electrical energy to bring about a non-spontaneous chemical transformation. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഇലക്ട്രോ കെമിസ്ട്രി എന്നാൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ നടത്തി അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടത്താം. ഇത്തരത്തിലുള്ള 2 സ്റ്റഡീസുമാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, ഇലക്ട്രോ കെമിസ്ട്രി ഈസ് എ സ്റ്റഡി ദാറ്റ് ഡീൽസ് വിത്ത് ദ റിലേഷൻ ഓഫ് കെമിക്കൽ എനർജി ആൻഡ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് തരത്തിലുണ്ട്. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബാറ്ററീസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്? നിങ്ങളുടെ ക്ലോക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാറിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ സെൽഫോണിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂവൽ സെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. സോ ഇലക്ട്രോ കെമിസ്ട്രി ഹാസ് എ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഇൻ യുവർ ഡെയിലി ലൈഫ്. ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ ബയോളജിക്കൽ സിസ്റ്റത്തിൽ നിങ്ങളൊരു ചൂട് പാത്രം തൊട്ട് കഴിഞ്ഞാൽ അത് ചൂടാണെന്ന് നിങ്ങളുടെ ബ്രെയിൻ റെക്കഗ്നൈസ് ചെയ്യുന്നില്ലേ? അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇലക്ട്രോ കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ കാണാം. So, electrochemistry is a interdisciplinary topic. Clear? Electrochemical cell can be divided into 2, that is galvanic cell or voltaic cell. Second type, electrolytic cell. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇൻ ഗാൽവാനിക് സെൽ ദ കെമിക്കൽ റിയാക്ഷൻ നടന്ന് അവിടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. എന്താണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയം നടക്കുന്ന റിയാക്ഷനാണ്. നിങ്ങൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു എനർജിയോ ഒരു ബാറ്ററിയോ ഒന്നും സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് സ്വയം നടക്കുന്ന റിയാക്ഷനാണ്. ഏതിൻ്റെ കേസിൽ? ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിൻ്റെ കേസിൽ. ഇൻ കേസ് ഓഫ് ഇലക്ട്രോലിറ്റിക് സെൽ, here the electrical energy is converted into chemical energy. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഇലക്ട്രോലിറ്റിക് സെൽ. ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറയുന്നത് നോൺ സ്പോണ്ടേനിയസ് ആണ്. കാരണം അത് സ്വയം നടക്കുന്നതല്ല, നിങ്ങളവിടെ എക്സ്റ്റേണൽ ആയിട്ടൊരു ഇലക്ട്രിക്കൽ എനർജി സപ്ലൈ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഗാൽവാനിക് സെല്ലിൻ്റെ മേജർ എക്സാമ്പിളാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഈ ഒരു അപ്പാരറ്റസിൽ ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടായിരിക്കും, അതിൽ സിങ്ക് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഈസ് കണക്റ്റഡ് ത്രൂ ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഒരു വോൾട്ട് മീറ്റർ ഉണ്ടായിരിക്കും. ദേ ആർ കണക്റ്റഡ് ബൈ എ സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ യു-ഷേപ്ഡ് ട്യൂബ്. ഈ ട്യൂബിൻ്റെ ഫങ്ഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഇവിടെ ഓരോ ഇലക്ട്രോഡിലും നടക്കുന്ന റിയാക്ഷനെ പറ്റി പഠിക്കാം. നിങ്ങൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിരിക്കുകയാണ്. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സിങ്ക് സൾഫേറ്റ് മോളിക്യൂളായിട്ട് നിൽക്കില്ല. അവിടെ സിങ്ക് 2+ ആയും സൾഫേറ്റ് 2- അയോൺസ് ആയിട്ടുമാണ് നിൽക്കുക എന്ന് നിങ്ങൾക്കറിയാം. സോ ഒരു സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ നിങ്ങൾ സിങ്ക് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുകയാണ്.
ഇവിടെ എന്താ സംഭവിക്കുക എന്ന് നോക്കൂ. സിങ്കിൽ നിന്നും ഒരു മെറ്റൽ എങ്ങോട്ട് പോവുകയാണ്? ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു മൂവ് ഇൻ ടു സൊല്യൂഷൻ. അങ്ങനെ സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ അത് 2 ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്ത് Mn2+ ആയി മാറും. ഇവിടെ സിങ്ക് ആയതുകൊണ്ട് Zn2+ ആയി മാറും. 2 ഇലക്ട്രോൺസിന് വിട്ടുകൊടുത്താൽ മാത്രമേ അതിന് Zn2+ ആവാൻ സാധിക്കുകയുള്ളൂ. ഈ 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ സർക്യൂട്ട് കൂടെ അങ്ങ് പോവും. സോ ഈ ഒരു ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ഇലക്ട്രോൺസ് ഇവിടെ നിന്നല്ലേ മൂവ് ചെയ്യുന്നത്. സോ അതിനൊരു നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. നിങ്ങൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഏത് ടൈപ്പാണ്? ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഈ കോഡ് പഠിക്കുക. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ നഷ്ടമാവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്നുള്ളത് ഓക്സിഡേഷൻ ആണ്. ഇനി ഓക്സിഡേഷൻ എവിടെയാണ് നടക്കുന്നത് എന്ന് ഓർത്തിരിക്കാനുള്ള കോഡാണ് ആനോക്സ്. ഓക്സ് എന്താ? കാള. ആനോക്സ്. ആനോഡിൽ ഓക്സിഡേഷൻ. ആനോഡിൽ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇവിടെ ഒരു ഓക്സിഡേഷൻ എന്നുള്ള ഒരു പ്രോസസ്സാണ് നടന്നിട്ടുള്ളത്. ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡാണ്. സോ ദിസ് ഹാഫ് സെൽ ഈസ് ആനോഡ് ഹാഫ് സെൽ. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? സിങ്ക് ഇലക്ട്രോഡിൽ നിന്നും സൊല്യൂഷനിലോട്ട് വന്നു. അപ്പോൾ അത് സിങ്ക് 2+ ആയി മാറി. 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്തു. അതിനെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ടോ നോക്കൂ. Zn converted into Zn2+ by the release of 2 electron. This is anode half cell. This is the oxidation reaction. ഈ ഒരു കേസ് നോക്കൂ നിങ്ങൾ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. ഇവിടെ Cu2+ ആയും SO4 2- ആയിട്ടുമാണ് നിൽക്കുന്നത്. കാരണം കോപ്പർ സൾഫേറ്റിന് ഒരു മോളിക്യൂളായിട്ടൊരു സൊല്യൂഷനിൽ നിൽക്കാൻ സാധിക്കില്ല. അയോൺസ് ആയിട്ടാണ് നിൽക്കുക. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിങ്ങളൊരു കോപ്പർ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട്. നിങ്ങൾ നേരത്തെ കണ്ടു സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. ആ 2 ഇലക്ട്രോണിനെ കോപ്പർ 2+, അതായത് സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അയോൺ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ നിങ്ങളവിടെ നടക്കുന്ന റിയാക്ഷൻ. കോപ്പർ 2+ അയോൺ 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് അവിടെ കോപ്പറായി മാറി. This copper gets deposited on the copper electrode surface. ഇവിടെ കോപ്പർ ഇലക്ട്രോഡുമേ റെഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ് റിഡക്ഷൻ. ആനോഡ് നെഗറ്റീവാണ് നിങ്ങൾ കണ്ടു. അപ്പോൾ കാഥോഡ് എന്തായിരിക്കും? പോസിറ്റീവാണ്. കാരണം ഇതിൽ നിന്ന് ഇലക്ട്രോണിനെ കോപ്പർ 2+ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്തത്. റിഡക്ഷൻ എന്നുള്ള പ്രോസസ്സ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അത് ഓർത്തിരിക്കാനുള്ള കോഡാണ് റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇനി റിഡക്ഷൻ എവിടെയാണ് നടക്കുക? റെഡ് കാറ്റ്. റിഡക്ഷൻ അറ്റ് കാത്തോഡ്. റിഡക്ഷൻ നടക്കുക കാഥോഡിലാണ്. റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇതാണ് കാഥോഡ് ഹാഫ് സെൽ. അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് Cu2+ 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് Cu ആയി മാറി. എന്നിട്ടത് ഇലക്ട്രോഡുമേ ഡെപ്പോസിറ്റ് ചെയ്തു. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കാഥോഡിക് ഹാഫ് സെൽ. ഈ ഹാഫ് സെല്ലിനെ എന്ത് പറയാം? റിഡോക്സ് കപ്പിൾസ് എന്ന് പറയാം. ആനോഡിക് ഹാഫ് സെല്ലും കാഥോഡിക് ഹാഫ് സെല്ലും കണക്ട് ചെയ്യുമ്പോഴാണ് ഇറ്റ് ബിക്കം എ സെൽ. ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഈ ഒരു അറേഞ്ച്മെന്റ് ആണ് ഡാനിയൽസിനുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിങ്ക് ഓക്സിഡൈസ് ആയി 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയും കോപ്പർ അതിനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാണ്. ഇവിടെ സിങ്ക് ഇലക്ട്രോഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. നെഗറ്റീവ് ആനോഡാണ്. ഇവിടെ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് കോപ്പറാണ്. കോപ്പർ ഇലക്ട്രോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഇലക്ട്രോൺ ഫ്ലോ എന്നുള്ളത് സിങ്ക് ടു കോപ്പർ ആണ്. കൺവെൻഷനലി ഇലക്ട്രോൺ ഫ്ലോ
ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുക. നിങ്ങൾ ഇതിനെ ഒരു വോൾട്ട് മീറ്റർ വെച്ച് ഇതിലെ വോൾട്ടേജ് മെഷർ ചെയ്യുകയാണ്. നിങ്ങളുടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ്റെയും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ്റെയും കോൺസെൻട്രേഷൻ എന്നുള്ളത് 1 മോളാർ ആണെങ്കിൽ വോൾട്ട് മീറ്റർ റീഡിംഗ് കാണിക്കുക 1.1 വോൾട്ട് ആണ്. ക്ലിയർ? ഈ ആനോഡിക് ഹാഫ് സെല്ലും കാഥോഡിക് ഹാഫ് സെല്ലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാനിയൽ സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ കണ്ടുപിടിക്കാം. നോക്കാം. ആനോഡ് ഹാഫ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് Zn2+ ആയി മാറുകയാണ് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത്. കാഥോഡിക് ഹാഫ് സെൽ ഈസ് copper 2+ accept 2 electron and become copper. ഇതിൽ നെറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ മാത്സിൽ ചെയ്യുന്ന പോലെ സെയിം സൈഡിലുള്ളതിനെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. സിങ്ക് പ്ലസ് copper 2+ 2 ഇലക്ട്രോൺ. ഈ സൈഡിൽ Zn2+ 2 ഇലക്ട്രോൺ പ്ലസ് കോപ്പർ. രണ്ട് സൈഡിലും 2 ഇലക്ട്രോൺ ക്യാൻസൽ ആയി പോവും. സോ ദ നെറ്റ് റിയാക്ഷൻ ഈസ് സിങ്ക് സോളിഡ് ആണ് പ്ലസ് copper 2+ aqueous ആണ്. ഇറ്റ് ഗീവ്സ് Zn2+ aqueous പ്ലസ് കോപ്പർ സോളിഡ്. ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ നെറ്റ് റിയാക്ഷൻ എന്നുള്ളത്. ക്ലിയർ? ഈ ഒരു ഡാനിയൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. സോ ഈ ഒരു അറേഞ്ച്മെൻറ്റിനെ നിങ്ങളൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ഈ വോൾട്ടേജിൽ നിന്നും ഹയർ വോൾട്ടേജും ലോവർ വോൾട്ടേജും കൊടുത്താൽ എന്താണ് ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് സംഭവിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് കേസ് നോക്കൂ. നിങ്ങൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 വോൾട്ടിനെയും കാട്ടിയും കുറവാണെങ്കിൽ, എക്സ്റ്റേണൽ വോൾട്ടേജ് കുറവാണെങ്കിൽ സാധാ പോലെ റിയാക്ഷൻ നടക്കും. ഇലക്ട്രോൺ ഫ്ലോ ഫ്രം സിങ്ക് ടു കോപ്പർ. ക്ലിയർ? സെക്കൻഡ് കേസ് നോക്കാം. നിങ്ങൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1നോട് ഈക്വൽ ആണെങ്കിൽ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷനും നടക്കില്ല, അവിടെ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ഉണ്ടാവില്ല. ദർ ഈസ് നോ കറണ്ട്. ക്ലിയർ? ഇനി നിങ്ങൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1നേക്കാട്ടിയും കൂടുതലാണെങ്കിൽ, ശ്രദ്ധിക്കൂ, നിങ്ങൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 വോൾട്ടിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക കോപ്പറിൽ നിന്നും സിങ്കിലോട്ടാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കേസിൻ്റെ ഓപ്പോസിറ്റ് ആണ് നടക്കുക. ഇവിടെ കോപ്പർ സൈഡ് ആയിരിക്കും, ഈ ഒരു ഹാഫ് സെല്ലായിരിക്കും ആനോഡായി ആക്ട് ചെയ്യുക, ഈ ഹാഫ് സെല്ലായിരിക്കും കാഥോഡായി ആക്ട് ചെയ്യുക. സോ നമ്മൾ 3 കേസ് കണ്ടു. എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 വോൾട്ടിനെക്കാട്ടിയും കുറവാണെങ്കിൽ ആ റിയാക്ഷൻ സ്മൂത്തായി നടക്കും, സാധാ പോലെ നടക്കും. ഇനി 1.1 വോൾട്ടിനോട് ഈക്വൽ ആണെങ്കിൽ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുകയില്ല, റിയാക്ഷൻ നടക്കില്ല, റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ഇനി എക്സ്റ്റേണൽ വോൾട്ടേജ് 1.1 വോൾട്ടിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ റിയാക്ഷൻ മൊത്തം റിവേഴ്സ് ചെയ്യും. ക്ലിയർ? Let us look into the difference between galvanic cell and electrolytic cell. Galvanic cellന്റെ കേസിൽ നിങ്ങൾ കണ്ടു ആനോഡ് നെഗറ്റീവ് ആയിരിക്കും, കാഥോഡ് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആണ്, എക്സ്റ്റേണൽ ആയിട്ടൊരു വോൾട്ടേജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ കേസിൽ. ഇവിടെ ആനോഡ് പോസിറ്റീവ് ആയിരിക്കും, കാഥോഡ് നെഗറ്റീവ് ആയിരിക്കും. റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇവിടെ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജിൻ്റെ ആവശ്യമുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഗാൽവാനിക് സെല്ലും ഇലക്ട്രോലിറ്റിക് സെല്ലും ഒന്നല്ല, രണ്ടും ഡിഫറെൻ്റ് ആണ്. അവ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണെന്ന് നിങ്ങൾ കണ്ടു. ഈ പൊട്ടൻഷ്യൽ ഉണ്ടാവാനുള്ള കാരണം it is mainly due to the difference in electrode potential of zinc and copper. സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലുള്ള വ്യത്യാസമാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വോൾട്ട് മീറ്റർ റീഡിംഗ് 1.1 വോൾട്ട്. എങ്ങനെയാണ് ഇവയ്ക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത് എന്ന് നോക്കാം. ഇത് സിങ്കിൻ്റെ ഇലക്ട്രോഡാണ്, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ആനോഡിക് ഹാഫ് സെല്ലാണ്. ഇവിടെ നിങ്ങൾ കണ്ടു സിങ്കിൽ നിന്നും മെറ്റൽ സൊല്യൂഷനിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ അത് സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ ഇറ്റ് റിലീസ് 2 ഇലക്ട്രോൺ ആൻഡ് ബിക്കം Mn2+. അതുകൊണ്ട് ഇവിടെ സൊല്യൂഷനിൽ ഒരു പോസിറ്റീവ് ചാർജ് കൂടി വരികയാണ്. ക്ലിയർ ആണല്ലോ?
മാത്രമല്ല ഇതിങ്ങനെ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്ന കാരണം ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെ ഒരുപാട് മെറ്റൽസ് സൊല്യൂഷനിലേക്ക് വരികയും അത് ഇലക്ട്രോൺസിനെ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ അവിടെ സൊല്യൂഷനിൽ ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ ഇലക്ട്രോഡിൽ ഒരു നെഗറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യുകയാണ്. സൊല്യൂഷനിൽ ഒരു പോസിറ്റീവ് ചാർജും ഇലക്ട്രോഡിൽ ഒരു നെഗറ്റീവ് ചാർജും വന്നു കഴിഞ്ഞാൽ അത് ഫർദർ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യും. കാരണം ഇലക്ട്രോഡിൻ്റെ നെഗറ്റീവ് ചാർജ് കാറ്റിയോണിനെ, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാറ്റിയോണിനെ അട്രാക്റ്റ് ചെയ്യും. സോ അതിന് സൊല്യൂഷനിലേക്ക് പോകാൻ സാധിക്കില്ല. മാത്രമല്ല ഈ പോസിറ്റീവ് ചാർജ്, സൊല്യൂഷനിൽ ഉണ്ടാവുന്ന പോസിറ്റീവ് ചാർജ്, അതായത് Zn2+ അയോൺസ്, ഇറ്റ് റിപ്പൽസ് ദ ഇൻകമിങ് കാറ്റിയോൺ, അതായത് ഈ ഇലക്ട്രോഡിൽ നിന്ന് വരുന്ന കാറ്റിയോണിനെ റിപ്പൽ ചെയ്യാനും തുടങ്ങും. As a result, there is a charge separation developed. ഈ ചാർജ് സെപ്പറേഷൻ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. This potential is known as electrode potential. A potential difference developed between electrode and the electrolyte is known as electrode potential. ഇനി എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാവുമ്പോഴാണ് അതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെയുള്ള സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആവുകയും ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആവുകയും പ്രഷർ 1 atm ആവുകയുമാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യലിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും പറയാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് കാഥോഡിൻ്റെ കേസിലും. ഡാനിയൽ-സെല്ലിൻ്റെ കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ സർക്യൂട്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം. സിംഗിളിൽ നിന്ന് വന്ന 2 ഇലക്ട്രോൺസിനെ സൊല്യൂഷനിലുള്ള കോപ്പർ 2+ അയോൺ ആക്സെപ്റ്റ് ചെയ്യുകയും ഇറ്റ് ബിക്കം കോപ്പർ, ഇറ്റ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദ ഇലക്ട്രോഡ് സർഫേസ്. ഇതാണ് കാഥോഡിൽ നടക്കുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു കേസ് നേരത്തെ കണ്ടതിൻ്റെ റിവേഴ്സ് അല്ലേ? ഇവിടെ ഇലക്ട്രോൺസ് സൊല്യൂഷനിലോട്ടാണ് പോകുന്നത്. സോ ഇറ്റ് ഡെവലപ്പ് എ നെഗറ്റീവ് ചാർജ്. സോ സ്വാഭാവികമായിട്ടും കോപ്പർ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് ഇറ്റ് ഡെവലപ്പ് എ പോസിറ്റീവ് ചാർജ്. This charge separation in cathode and the solution interface leads to the development of a potential. This potential is known as reduction potential. Clear? As per IUPAC recommendation, electrode potential എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, ഇലക്ട്രോഡിൻ്റെ നേച്ചർ. ഇനി പറയുന്ന പോയിന്റ് വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഹാഫ് സെല്ലിൻ്റെ, നിങ്ങളിപ്പോൾ സിങ്ക് ഇലക്ട്രോഡ് എടുത്തു, ആ സിങ്ക് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി മെഷർ ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. ഡാനിയൽ സെല്ലിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ സിങ്ക് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യലും കോപ്പർ ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വോൾട്ട് മീറ്റർ റീഡിംഗ് ആയിട്ടുള്ള 1.1 വോൾട്ട്. ഇങ്ങനെ 2 ഇൻഡിവിജ്വൽ ഹാഫ് സെല്ലിൻ്റെ പൊട്ടൻഷ്യലുള്ള വ്യത്യാസം ഇറ്റ് ഗീവ് യു ദ EMF ഓഫ് ദ സെൽ. എങ്ങനെയാണ് ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ EMF എങ്ങനെയാണ് കാണുന്നത് എന്ന് നമുക്ക് ഡാനിയൽ സെല്ല് വെച്ച് നോക്കാം. ഡാനിയൽ സെല്ലിൻ്റെ ആനോഡ് പാർട്ടും കാഥോഡ് പാർട്ടും നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലേ? ഇനി നോക്കൂ, ഒരു സെല്ലിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആനോഡിനെ ലെഫ്റ്റിലും കാഥോഡിനെ റൈറ്റിലും എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു 2 വെർട്ടിക്കൽ ലൈൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആനോഡ് ഓൺ ദ ലെഫ്റ്റ്, കാഥോഡ് ഓൺ ദ റൈറ്റ്, നടുവിലൊരു വെർട്ടിക്കൽ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ അർത്ഥം ദീസ് 2 ആർ കണക്റ്റഡ് ബൈ എ സോൾട്ട് ബ്രിഡ്ജ്. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഡാനിയൽ സെല്ലിൻ്റെ കേസ് കണ്ടു. ഡാനിയൽ സെല്ലിൽ ആരാണ് ആനോഡ്? സിങ്ക് ആണ് ആനോഡ്. സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ.
കാഥോഡ് ആരാണ്? കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. എന്തുകൊണ്ടാണ് രണ്ട് അക്വസ് പാർട്ട് ഒപ്പം എഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായോ? ദീസ് ടു ആർ കണക്റ്റഡ് ബൈ സോൾട്ട് ബ്രിഡ്ജ് അല്ലേ? ഈ രണ്ട് അക്വസ് സൊല്യൂഷൻ അല്ലേ സോൾട്ട് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആദ്യം കോപ്പർ 2+ അക്വസ് ആദ്യം എഴുതിയത്. ഒരു സെല്ലിൻ്റെ EMF എന്ന് പറയുന്നത് കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇത് കാഥോഡ് എപ്പോഴും റൈറ്റിലാണ് എഴുതുക, ആനോഡ് എപ്പോഴും ലെഫ്റ്റിലാണ് എഴുതുക. സോ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ് എന്ന് എഴുതിക്കൂടെ? ഇവിടെ ആരാണ് റൈറ്റിൽ കിടക്കുന്നത്, ആരാണ് ലെഫ്റ്റിൽ കിടക്കുന്നത്? നിങ്ങൾക്കറിയാം റൈറ്റിൽ കിടക്കുന്നത് കോപ്പർ ആണ്. സോ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഈ Cu2+Cu എന്ന് എഴുതി. ലെഫ്റ്റ് കിടക്കുന്നത് സിങ്ക് ആണ്. സോ നിങ്ങൾ അതിന് പകരം എഴുതി ഈ Zn2+Zn. സോ കോപ്പറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.34 വോൾട്ട് ആണ്. സിങ്കിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -0.76 വോൾട്ട് ആണ്. ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 1.10 വോൾട്ട്. ഈ രണ്ട് മൈനസും കൂടി പോസിറ്റീവായി മാറും. സോ നമുക്ക് ഡാനൽ സെല്ലിൻ്റെ വോൾട്ടേജ് എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായി. അവിടുത്തെ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും ഡിഫറൻസ് ആണ് വോൾട്ട് മീറ്ററിൽ കാണിച്ചിട്ടുള്ള 1.10 വോൾട്ട്. ക്ലിയർ? ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടാവുക എങ്ങനെയാണ് കോപ്പർ 0.34 ആയത്, എങ്ങനെയാണ് സിങ്ക് -0.76 ആയത് എന്നാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു നമുക്ക് ഒരിക്കലും ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വലി മെഷർ ചെയ്യാൻ പറ്റില്ല. ഒന്നിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഡിഫറൻസ് കിട്ടുന്നത്. സോ ഇങ്ങനെ ഇലക്ട്രോഡ്സിനെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് റെഫറൻസ് ഇലക്ട്രോഡാണ്. റെഫറൻസ് ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് SHE. അതുപോലുള്ളൊരു റെഫറൻസ് ഇലക്ട്രോഡാണ് കലോമൽ ഇലക്ട്രോഡ്. നിങ്ങൾക്കിവിടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി എങ്ങനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ച് സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും അതുപോലെ ബാക്കിയുള്ള ഇലക്ട്രോഡ്സിൻ്റെ എല്ലാം പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഇതാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്. ഈ ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് ഒരു മെറ്റൽ വയർ ഉണ്ട്. ഈ മെറ്റൽ വയർ എന്ന് പറയുന്നത് പ്ലാറ്റിനം വയറാണ്. ഇതിൻ്റെ അറ്റത്ത് ഒരു പ്ലാറ്റിനം ഫോയിൽ ഉണ്ട്. ഇതിൻ്റെ മേലെ ഫൈനലി ഡിവൈഡ് ചെയ്തിട്ടുള്ള പ്ലാറ്റിനം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുകളിൽ കൊണ്ടോ നിങ്ങളൊരു ഓപ്പണിംഗ്, ഇത് കൂടെ 1 ബാർ പ്രഷറുള്ള ഹൈഡ്രജനെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ എടുത്തിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 മോളാർ H+ സൊല്യൂഷൻ ആണ്. ഹൈഡ്രജനെ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ ഒന്നില്ലെങ്കിൽ 1 മോളാർ സൾഫ്യൂരിക് ആസിഡ് ആവാം, 1 മോളാർ HCl ആവാം. ഇതാണ് SHE അതായത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ബൈ കൺവെൻഷണൽ ദ പൊട്ടൻഷ്യൽ ഓഫ് ദി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. അതായത് ഈ റെഫറൻസ് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ട് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഈ അക്വസ് സൊല്യൂഷനിലുള്ള H+ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ആയി പോകും. ഈ ഒരു ഹാഫ് സെല്ലിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്? പ്ലാറ്റിനം വയർ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് 1 ബാർ പ്രഷറിൽ നിങ്ങൾ പാസ് ചെയ്യിക്കുന്നുണ്ട്. അവിടെ 1 മോളാർ H+ സൊല്യൂഷൻ ഉണ്ട്. ഹാഫ് സെല്ലിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിലേക്ക് കണക്ട് ചെയ്താൽ അതെങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? SHE സോൾട്ട് ബ്രിഡ്ജ് ഡബിൾ വെർട്ടിക്കൽ ലൈൻ ഹാഫ് സെൽ. ഇവിടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായും ഹാഫ് സെല്ല് കാഥോഡായിട്ടുമാണ് ആക്ട് ചെയ്യുക. ഹാഫ് സെല്ലിനും സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്കൊരു വോൾട്ട് മീറ്റർ വെച്ച് മെഷർ ചെയ്തൂടെ? ആ മെഷർമെൻ്റ് ആണ് E സെൽ എന്ന് പറയുന്നത്. സോ E സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. സോ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ഈ ആനോഡ് 0 ആയിട്ട് പോകും.
സോ ഈ സെൽ ഈക്വൽ ടു ഈ കാഥോഡ് എന്ന് കിട്ടും. ഈ കാഥോഡ് ആരാണ്? നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഹാഫ് സെല്ലാണ്. അപ്പം നിങ്ങൾ മെഷർ ചെയ്യുന്ന വോൾട്ട്മീറ്റർ വെച്ച് മെഷർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കാഥോഡിൻ്റെ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ച് സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചതെന്ന് നോക്കാം. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ സിങ്ക് ഹാഫ് സെല്ലിലേക്ക് ഓക്സിഡേഷൻ ഹാഫ് സെല്ലിലേക്ക് കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വോൾട്ട്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് -0.76 ആണ്. ഒരു സെല്ലിൻ്റെ ഈ സെല്ലായി നിങ്ങൾക്ക് കിട്ടിയത് -0.76 ആണ്. ഈ സെൽ എന്നാൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ആനോഡ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആയതുകൊണ്ട് 0 ആയിപ്പോയി. സോ യു ഗെറ്റ് ഈ കാഥോഡ് ഈക്വൽ ടു -0.76. ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഇലക്ട്രോഡ്. ഇതുപോലെ നിങ്ങൾക്ക് കോപ്പറിൻ്റെ മെഷർ ചെയ്യാം. ഇങ്ങനെ എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയും കോപ്പർ ഹാഫ് സെല്ലിനെയും കണക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വോൾട്ട്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് 0.34 ആണ്. 0.34 എന്ന് പറയുന്നത് ആ സെല്ലിൻ്റെ EMF ആണ്. EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഈ ആനോഡ് ഇവിടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആയതുകൊണ്ട് 0 ആയിപ്പോയി. സോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് കാഥോഡിൻ്റെ വാല്യൂ ആണ്. സോ ഇവിടെ കാഥോഡ് എന്ന് പറയുന്നത് ആരാണ്? കോപ്പർ ആണ്. സോ ഈ കാഥോഡ് ഈക്വൽ ടു 0.34. ഇങ്ങനെ നിങ്ങൾ കോപ്പർ ഇലക്ട്രോഡിൻ്റെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്ത് എലമെൻസിൻ്റെ എല്ലാം പൊട്ടൻഷ്യൽ മെഷർ ചെയ്തു. അതിനെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ യു ഗെറ്റ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. ഇങ്ങനെ ഇലക്ട്രോകെമിക്കൽ സീരീസ് നമ്മൾ അറേഞ്ച് ചെയ്തു. അവിടെ ഹൈഡ്രജൻ്റെ പൊട്ടൻഷ്യൽ വാല്യൂ 0 ആയിട്ടാണ് എടുത്തത്. ഇങ്ങനെ ഈ റെഫറൻസ് ആയിട്ടുള്ള ഹൈഡ്രജൻ്റെ താഴെ വരുന്ന സ്പീഷീസിന് ഹാവ് എ ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്ഡ്. ഹൈഡ്രജൻ്റെ മുകളിൽ വരുന്ന സ്പീഷീസിന് ഹാവ് എ ടെൻഡൻസി ടു ഗെറ്റ് റെഡ്യൂസ്ഡ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഫ്ലൂറിൻ്റെ വാല്യൂ ആണ് ഏറ്റവും ഹയസ്റ്റ്. സോ ഇറ്റ് ഈസ് എ ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ക്ലിയർ? ഇവിടെ ലിഥിയത്തിൻ്റെ കേസ് നോക്കൂ നിങ്ങൾ. ലിഥിയം ഏറ്റവും താഴെയാണ് കിടക്കുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജൻറ്റ്. ക്ലിയർ? സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടാനിയസ് സെല്ലിനെ പറ്റിയും പിന്നെ പണ്ട് റിഡോക്സ് റിയാക്ഷനിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി റിവൈൻഡ് ചെയ്യുകയും പിന്നെ ഇലക്ട്രോകെമിക്കൽ സീരീസിനെ പറ്റി പഠിക്കുകയാണ് ചെയ്തത്.